എടി മോളെ എടി എൻ്റെ ഒരു സൂപ്പർ ഐഡിയ കിട്ടി പുതിയ ബിസിനസ് തുടങ്ങാൻ. എന്താ ഐഡിയ? അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വച്ചടി കയറ്റമായിരിക്കും, ഒരുപാട് പൈസയും കിട്ടും, ഒരുപാട് പൈസ. ഐഡിയ എന്താന്ന് കേട്ടെ. അതെ മോളെ, നമ്മളെ വിളയിലുള്ള മൊത്തം പച്ചക്കറികൾ എടുത്തിട്ട് മോള് ഫോട്ടോ എടുക്കണം, എന്നിട്ട് മോളുടെ മൊബൈലിൽ ഇടണം. ഇട്ടിട്ട് അതിൻ്റെ താഴെ എഴുതി വെക്കണം, നല്ല ഇനം പച്ചക്കറികൾക്ക് വിളിക്കുക എന്ന് പറഞ്ഞ് എൻ്റെ നമ്പർ കൊടുക്കണം. അപ്പം അവർ വിളിക്കുമ്പോൾ നമ്മൾ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോണ്ടല്ലോ നമ്മളതിൽ പൈസ പടപടപടപടാന്ന് വരും. ഇങ്ങനെയുണ്ട്. എന്നാലേ ഇതൊക്കെ ആൾക്കാരെ വർഷങ്ങൾക്ക് മുന്നേ പയറ്റി ജയിച്ച പരിപാടിയാണ് അമ്മാവനി പറയുന്നത്. അതങ്ങനെ ശരിയാവും? ഞാനിപ്പോൾ അവിടെ വാഴയ്ക്ക് തടം എടുത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണിത്. ഇതങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്യാൻ പറ്റും? അമ്മാവനെ ട്യൂബ്ലൈറ്റ് അമ്മാവാ. ട്യൂബ്ലൈറ്റാ? അമ്മാവന് പെട്ടെന്നൊന്നും കത്തത്തില്ലാന്ന്. എൻ്റെ അമ്മാവാ ഇപ്പോഴേ ആൾക്കാർ മീനും ഇറച്ചിയും വരെ ഡോർ ടു ഡോർ വിറ്റോണ്ടിരിക്കുന്ന സമയത്താണ് അമ്മാവൻ്റെ പച്ചക്കറി കൃഷി വല്ല നടക്കണ വല്ല കാര്യം ഉണ്ടേ പറ. അങ്ങനെയാണെങ്കിലും അവരൊന്നും ജൈവ പച്ചക്കറി അല്ലല്ലോ വിൽക്കുന്നത്, ഞാൻ ജൈവ പച്ചക്കറി അല്ലേ. അമ്മാവാ പറയണോണ്ടൊന്നും തോന്നരുത്, ഞാൻ അമ്മാവനെ ഇതാക്കൊന്നുമല്ല. ജൈവവും അല്ലാത്തതും എല്ലാ സാധനങ്ങളും ഇപ്പൊ ഡോർ ടു ഡോർ വരുന്നുണ്ട്. ഒരു കുന്തം അറിയത്തില്ല വെറുതെ. അതെ അതെ, നീ എന്നെ നിരുത്സാഹപ്പെടുത്താ. നിനക്ക് ഒരു ഉപകാരം ചെയ്തു തരാൻ പറ്റുമോ എനിക്ക് വേണ്ടി? എന്തുവാ? നീ അവിടെ വന്നിട്ട് നിന്റെ കുറെ ഫോട്ടോ എടുത്ത് നിന്റെ മൊബൈലിൽ ഇട്ടിട്ട് നല്ല ജൈവ പച്ചക്കറികൾക്ക് സമീപിക്കുക എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കാൻ പറ്റുമോ? വന്നു ഫോട്ടോ എടുക്കുക. ഇപ്പൊ പറ്റില്ല, ഇപ്പൊ എനിക്ക് വേറെ കൊട്ടേഷൻ ഉണ്ട്, ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാനുണ്ട്. വേറെ ആർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാൻ? ഞാൻ റെഡി. ഇതെന്തോ ഊരി വെച്ചില്ലേ മോളെ? ഇതെന്തോന്ന് കോൽപ്പെട്ട് നടക്കണം, നാണക്കെടില്ല എനക്ക്. പിന്നെ ഇങ്ങനെയൊക്കെ കെട്ടിക്കൊണ്ട് കോലം കെട്ടിക്കൊണ്ട് പിന്നെ ഇങ്ങനെയല്ല, പിന്നെ എങ്ങനെ ചോദിക്കണം? എന്റെ പൊന്നു മോളെ, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടാ? ഓ, ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ ഈ മത്തങ്ങ തലയും കണ്ട് ഈ പണ്ടാരം പഠിച്ച വീട്ടിൽ ഇങ്ങനെ ജീവിച്ചു തീർക്കാം. എന്ത് മതിയാ? മിണ്ടരുതനോട്. എടിച്ചാരു നീ വന്നേ, എനിക്ക് കുറച്ച് ഫോട്ടോസ് പെട്ടെന്ന് എടുത്തുക. ബാ, ആദ്യം നീ ഫോട്ടോ എടുക്കാനുള്ള പോസ്റ്ററുകളൊക്കെ ഒന്ന് കാണിക്കും. പോസ്റ്റിൽ നിന്ന് കാണിക്കാൻ, എന്നിട്ട് എടുത്തുതരാം. അയ്യയ്യോ പൊന്നു മോളെ, ഇത് പിച്ചക്കാരനെ പോലെയാണ് ഇരിക്കുന്നത്. അത് ഞാൻ കാര്യം ചോദിക്കട്ടെ, നീ ഇതൊക്കെ എടുത്തിട്ട് ജോലിക്ക് വേണ്ടി അയച്ചാലേ അവർ ജോലിയല്ല. ഇങ്ങോട്ട് നോക്ക്, നല്ല പാടി നല്ല പാർട്സൊക്കെ നല്ല അടി അയച്ചു തരും അവർ. എനിക്ക് ഇനി ഓരോ നിമിഷം ഇവിടെ ഇരുന്ന പോലെ ആ പണയിൽ പോയി എന്തെങ്കിലും വാഴക്കോ എന്തെങ്കിലും ചേനക്കോ പോയി വെള്ളം ഒഴിക്കും. അവിടെ തന്നെ പോകാൻ വേണ്ടത്. നിന്റെ ഈ കോലം കെട്ടലും ഈ കൂത്താണെങ്കിലും കാണുന്നേക്കാട്ട് നല്ലത് വാഴപ്പണയിൽ പോയി വെള്ളം കോരണ തന്നെ നല്ലത്. നായമല്ലേ ഇത്? പൊട്ടക്കടവാ. ഞാനേ നന്നാവുന്ന നിങ്ങളുടെ അമ്മാവന് ഇഷ്ടപ്പെടുന്നില്ല, അത് തന്നെ കാര്യം. അവിടെ നില്ല്, എടുത്തുതരാം. എന്തെങ്കിലും ഒന്നും മര്യാദക്ക് മെനക്കി നിക്കടി. നിനക്ക് അയച്ചു കൊടുക്കാനുള്ളതല്ലേ. ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആര് തരാനാണ് ജോലി? പിന്നെ എങ്ങനെയാ നിക്കുന്നേ ചാരു? അത് ഞാൻ കാണിച്ചു തരാം. മര്യാദക്ക് ശ്രദ്ധിച്ചോണം. ഇങ്ങനെ നിക്ക്. കൊള്ളാം. നീ എവിടെ അടിയെന്നാലുണ്ടല്ലോ. ഒന്നും കൂടി നീ വേണ്ടത് നോക്ക്. ദാ ഇങ്ങനെ